പ്രിൻസിപ്പൽ രാജൻ സാറായിരുന്നു. ഐ തിങ്ക് ഒന്ന് കൃപ എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ബുക്കാണ്. സോ ലാൻഡ്സ്കേപ്പ് ഒന്ന് പോർട്രേറ്റ് ആയിട്ട് ഒന്ന് കറക്റ്റ് വെന്യൂ ആൻഡ് ദി ഡേറ്റ് വിൽ ബി അനൗൺസ്. Hi, hey everyone, welcome back to Chais. And in today's episode, we will be talking about manifestations, affirmations, and vision boards. So, I am a dreamer, and I am a person who talks a lot about what I want, my dreams, my thoughts, and like I am so loud about this because I do talk a lot, and it's kind of annoying for most of the people. ഞാൻ ബിലീവ് ചെയ്യുന്നൊരു കാര്യമാണ്, മലയോളം ആഗ്രഹിച്ചാലേ കുന്നോളം എങ്കിലും കിട്ടത്തുള്ളൂ. സോ ഇഫ് ഐ ടോക്ക് ലൈക്ക് 1000% about 1000 times about one thing and it may happen 10% of that can happen. So അതുകൊണ്ടാണ് ഐ ടോക്ക് എ ലോട്ട് അബൌട്ട് ദീസ് തിങ്സ്. ആൻഡ് ഇത് ഞാൻ നോട്ടീസ് ചെയ്യാൻ തുടങ്ങിയത് എന്ന് വെച്ചാൽ വാട്ട് എവർ ഐ എം സേയിങ് ഇവൻച്വലി ഹാപ്പൻഡ്. കുറച്ചൊക്കെ എക്സാക്ട്ലി ദ സെയിം അല്ലെങ്കിലും ഇറ്റ് സ്റ്റാർട്ടഡ് ഹാപ്പനിങ് ഇൻ സം വേ ഓർ ദി അതർ. So I started taking this seriously when few of the things happened. First one was when I restarted my painting again. In the first week തന്നെ ഭയങ്കര അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ആഗ്രഹങ്ങളാണല്ലോ എനിക്ക് എക്സിബിഷൻ നടത്തണം. ഐ യൂസ്ഡ് ടു സേ ടു മൈ ഫ്രണ്ട് ലൈക്ക് എനിക്കൊരു എക്സിബിഷൻ, എൻ്റെ പെയിൻറ്റിങ്സ് ഒക്കെ ഡിസ്പ്ലേ ചെയ്തൊരു എക്സിബിഷനൊക്കെ നടത്തണം. ഷീ യൂസ് ടു സേ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ, നമുക്ക് ചെയ്യാം. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയുന്നത് എനിക്ക് എക്സിബിഷനിൽ എൻ്റെ പെയിൻറ്റിങ്സ് ഒക്കെ ഡിസ്പ്ലേ ചെയ്യണം, അങ്ങനെയൊക്കെ ആൾക്കാരൊക്കെ കാണണം അങ്ങനെ. ആൻഡ് അറ്റ് ദാറ്റ് ടൈം ഐ ഡിഡ്ന്റ് ന്യൂ എനിത്തിങ് അബൌട്ട് ഹൗ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ എക്സിബിഷൻ ഓർ വാട്ട് ടു ഒരു പെയിൻറ്റിങ് അങ്ങനത്തെ കമ്മ്യൂണിറ്റീസ് ഉണ്ടോ എന്ന് പോലും അറിയത്തില്ലായിരുന്നു. ആൻഡ് ഐ വാസ് ലേറ്റർ ഇൻട്രൊഡ്യൂസ് ടു ദോസ് കമ്മ്യൂണിറ്റീസ്. ആൻഡ് ആഫ്റ്റർ 3 to 4 months in February or January, I was able to participate in 2 exhibitions and അവിടെ എൻ്റെ പെയിൻറ്റിങ്സ് ഡിസ്പ്ലേ ആയി. ഒരിടത്ത് എൻക്വയറി വന്നു ഓൾമോസ്റ്റ് സെല്ലാൻ വേണ്ടിയിട്ട്, പക്ഷെ അത് നടന്നില്ല. അത് കുറച്ച് അപ്പോൾ അത് ഇവഞ്ച്വലി നടന്നു. പിന്നെ ലേറ്റർ വെൻ ഐ വാസ് സ്റ്റഡിങ് MTech, everyone in my class used to have part-time jobs in tutoring. ഞാനും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ I used to do painting and editing and making YouTube videos. എനിക്ക് ആ ഒത്തിരി ടൈം ഈ ട്യൂട്ടറിങ്ങിന് കളയാൻ പറ്റത്തില്ല. സോ എൻക്വയറി വരുമ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടമാണെങ്കിൽ എടുക്കാം, നിയർ ബൈ പ്ലേസസ് ഒക്കെ ആണെങ്കിൽ. മോസ്റ്റ് ഓഫ് ദ പീപ്പിളിന് ഇച്ചിരി ദൂരമുള്ള സ്ഥലത്തൊക്കെ കിട്ടി, ബസ് കയറി പോകേണ്ട സ്ഥലത്തൊക്കെ കിട്ടിയത്. ആൻഡ് ഐ ഡിഡൻ ടേക്ക് എനി. ഞാൻ എപ്പോഴും പറയുന്നത്, ഞാൻ ഇന്ന് ഹോസ്റ്റലിൻ്റെ ഇപ്പുറത്തൊരു 14 story ഫ്ലാറ്റ് ആയിരുന്നു. അപ്പോൾ ഐ യൂസ് ടു ടെൽ മൈ ക്ലാസ്മേറ്റ്സ് ദാറ്റ് അവിടെ ഒരു കുറച്ച് പിള്ളേരെ പഠിപ്പിക്കാൻ കിട്ടിയ ഐ വിൽ ഗോ. കാരണം നടന്നു പോകാനുള്ള ഡിസ്റ്റൻസ് അല്ലേ ഉള്ളൂ. ഒരു 3 പിള്ളേരൊക്കെ കിട്ടിയെന്നേ കൊള്ളായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ആൻഡ് ഐ ഗോട്ട് ലൈക്ക് ആഫ്റ്റർ ഫ്യൂ വീക്സ് ഐ ഗോട്ട് എൻക്വയറി അബൌട്ട് ലൈക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ പഠിപ്പിക്കാൻ. 3 kids ട്രിപ്ലെറ്റ്സ് ആയിരുന്നു ആൻഡ് ഇൻ ദ എക്സാക്ട് സെയിം ഫ്ലാറ്റ്. അപ്പോൾ എല്ലാവരും ചോദിച്ചു, നീ പറഞ്ഞ പോലെ തന്നെ നടന്നല്ലോ, ഹൗ ഡിഡ് ഇറ്റ് ഹാപ്പൻ? ഞാനും ഭയങ്കര അത്ഭുതപ്പെട്ടു, കറക്റ്റായിട്ട് അങ്ങനെ നടന്നു. സോ ഇതൊക്കെ നടക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അതിലേക്ക് പറയുന്നത് എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ആൻഡ് അപ്പോഴാണ് ഈ മാനിഫെസ്റ്റേഷൻ അഫർമേഷൻസ് ഒക്കെ നേരത്തെ ചെയ്യുമെങ്കിൽ ഇതിനെപ്പറ്റി കൂടുതൽ ധാരണയൊന്നുമില്ലായിരുന്നു. എക്സാക്ട് മാനിഫെസ്റ്റേഷൻ വിഷൻ ബോർഡിനെ പറ്റി ഒട്ടും ധാരണയില്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെ നടക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഐ സ്റ്റാർട്ടഡ് തിങ്കിങ് അബൌട്ട് വൈ കുഡിന്റ് ഐ ടേക്ക് ദിസ് സീരിയസ്ലി ആൻഡ് മേക്ക് എ പ്രോപ്പർ വിഷൻ ബോർഡ്, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് മാനിഫെസ്റ്റ് ചെയ്തുകൂടാ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. ആൻഡ് അപ്പോഴാണ് ഞാൻ ഇത് സീരിയസ് ആയിട്ട് എടുത്ത് വിഷൻ ബോർഡൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയത്. എന്ന് വെച്ചാൽ കിട്ടിയ ഒരു ഡ്രീം, പോയ ഒരു നല്ലൊരു എസ്തെറ്റിക് പേപ്പർ അല്ലെങ്കിൽ എസ്തെറ്റിക് പേജ് നേരത്തെ ഞാൻ ചെയ്യുമായിരുന്നു. അത് വെൻ ഐ വാസ് ഇൻ 2021. ദിസ് ഈസ് ദ ബുക്ക് ദാറ്റ് ഐ യൂസ് ടു ഡു അഫർമേഷൻസ് ആൻഡ് മാനിഫെസ്റ്റേഷൻ ടുഗദർ. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എനിക്ക് അറിയത്തില്ലായിരുന്നു. ബേസിക്കലി പറയുമെങ്കിൽ അഫർമേഷൻസ് ആർ വേർഡ്സ് ഓർ സെന്റൻസസ് that are used to change our mindset. ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഫ്രേസസ് ആണത് അഫർമേഷൻസ് എന്ന് വെച്ചാൽ ഐ ആം എ ഗുഡ് പേഴ്സൺ, അല്ലെങ്കിൽ ഐ വിൽ ബി ഡൂയിങ് എ ഗുഡ് ഡീഡ്, അല്ലെങ്കിൽ എന്തോ അങ്ങനെയൊക്കെ നമ്മളോട് തന്നെ പറഞ്ഞ് നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റുന്നൊരു സംഭവമാണ് അഫർമേഷൻസ്. ഒരു അഫർമേഷൻ ഐ വിൽ ബി ഏർണിംഗ് മോർ മണി ദിസ് ഇയർ, ഐ വിൽ ബി, നമ്മളത് നടന്ന പോലെ നമ്മളോട് തന്നെ പറയുന്നത്. ഇപ്പം ഞാൻ ഇങ്ങനത്തെ ഒരാളാണ് എന്നെ പറഞ്ഞ് പഠിപ്പിക്കുക. അപ്പോൾ ഇവഞ്ച്വലി നമ്മുടെ മൈൻഡ് സെറ്റ് മാറി ഐ വിൽ ബിക്കം ദാറ്റ് പേഴ്സൺ, അങ്ങനെയാണ് പറയുന്നത്. സോ വേർഡ്സ് യൂസ് ചെയ്ത് നമ്മുടെ ഡ്രീം ലൈഫ് ബിൽഡ് ചെയ്യുന്നതിനാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. സോ രണ്ടും എക്സാക്ട്ലി സെയിം ആണ്, പക്ഷെ കുറച്ച് ഡിഫറൻസ് ഉണ്ട്.
അപ്പം ഇതെൻ്റെ ഫ്രണ്ട് കൃപ എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ബുക്കാണ്. സോ ഐ യൂസ് ടു റൈറ്റ് മൈ അഫർമേഷൻസ് കം മാനിഫെസ്റ്റേഷൻ ടുഗെദർ ഇൻ ദിസ് ബുക്ക് ഇൻ 2021 സ്റ്റാർട്ട് ചെയ്തത്. അതിൽ കുറച്ചൊരു 5 അഫർമേഷൻസ് ഞാൻ ഡെയിലി എഴുതുമായിരുന്നു. അത് ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ ഐ വിൽ ഗെറ്റ് എ സ്കോർ ഓഫ് 78 out of 100 ഇൻ ഗേറ്റ് 2022. ഓക്കെ, അതൊരു ആക്ച്വലി ഒരു മാനിഫെസ്റ്റേഷൻ ആയിരുന്നു. സെക്കൻഡ്, ഐ വിൽ ഗെറ്റ് എ ജോബ് വിച്ച് പേസ് ഗുഡ് മണി, അതൊരു മാനിഫെസ്റ്റേഷൻ ആയിരുന്നു. പിന്നെ ഐ വിൽ ബി ഹാപ്പി ഇൻ മൈ ലൈഫ്, ഐ വിൽ ബി, അതൊക്കെ പറയുന്നത് അഫർമേഷൻസ് ആയിട്ട് വരും. ഐ വിൽ ബി ഹാപ്പി അങ്ങനെ. സോ ഇറ്റ് വാസ് എ മിക്സർ ഓഫ് ബോത്ത്. And in 2021 what happened was that I just wrote it down and I didn't take major steps. അന്നത്തെ ഒരു ഇതൊക്കെ ഇത് എഴുതി വെച്ചാൽ നടക്കും, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ആണല്ലോ. യു ഡോണ്ട് നോ വാട്ട് actually happened. The logic behind manifestations and affirmation is that affirmation, it will create a positive mindset in ourselves and that can lead to change your life. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചിട്ട് നമ്മളെപ്പറ്റി നമുക്ക് സെൽഫ് അവെയർ ആവാൻ പറ്റുന്നൊരു സംഭവമാണ് മാനിഫെസ്റ്റേഷൻ. എന്ന് വെച്ചാൽ നമുക്ക് എന്താണ് വേണ്ടത്, നമുക്ക് ലൈഫിൽ എന്താവണമെന്ന് അറിയുമ്പോഴത്തേക്കും വി വിൽ വിഷ്വലൈസ് ഇറ്റ്, വി വിൽ റൈറ്റ് ഇറ്റ് ഡൗൺ ആൻഡ് വി വിൽ സ്റ്റാർട്ട് ടേക്കിംഗ് സ്മോൾ സ്റ്റെപ്സ് ടു അക്വയർ ദാറ്റ്. അങ്ങനെ ചെയ്ത് നടക്കുന്നതാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ജസ്റ്റ് ഒരു പേപ്പറിൽ എഴുതി വെച്ചെന്നോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് വെച്ചെന്ന് കരുതി ഇറ്റ് വോണ്ട് ഹാപ്പൻ. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ഞാൻ ഈ എഴുതി വെക്കുന്ന കാര്യം. നമ്മുടെ ആഗ്രഹങ്ങൾ എഴുതി നമ്മളൊരു പേപ്പർ ഒട്ടിക്കണമെന്ന് ആ ഒരു തോട്ട്, ആ ഒരു ഐഡിയ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത എൻ്റെ സ്കൂളിലെ പ്രിൻസിപ്പൽ രാജൻ സാറായിരുന്നു. ഐ തിങ്ക് ഓൾമോസ്റ്റ് ഞാൻ മാതാ സ്കൂളിലാണ് പഠിച്ച എല്ലാവരുടെയും ഈ മാനിഫെസ്റ്റേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് മേ ബി സാറായിരിക്കണം. സാർ എപ്പോഴും പറയും നിങ്ങളുടെ ഡ്രീം എന്താണ്, ഇപ്പം നിങ്ങൾക്ക് ഡോക്ടറാണോ എഞ്ചിനീയർ ആണോ, ഒരു പേപ്പറിൽ എഴുതി നിങ്ങൾ പഠിക്കുന്ന ടേബിളിൻ്റെ അവിടെ ഒട്ടിച്ച് വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം 10th ഫുൾ A+ വേണമെങ്കിൽ അത് എഴുതി ഒട്ടിക്കുക. ഒട്ടിച്ച് എന്ന് വെച്ചാൽ അത് ഒട്ടിക്കുമ്പോഴത്തേക്ക് അത് കണ്ട് നമുക്ക് സബ് കോൺഷ്യസ്ലി നമുക്ക് അതിലോട്ട് നമുക്ക് സ്റ്റെപ്സ് എടുക്കാൻ പറ്റും. അപ്പം ഇത് ആദ്യം പറയുമ്പോഴത്തേക്കും ഞാൻ ആദ്യം ഒന്നും ചെയ്തിരുന്നില്ല. പിന്നെ ഐ വാസ് എ വെരി ആവറേജ് സ്റ്റുഡൻറ്റ്. ഞാൻ കഷ്ടപ്പെട്ട് ഇതിലേക്ക് പഠിച്ച് പാസ്സായത്. 10th സ്റ്റാൻഡേർഡ് എത്തിയപ്പോഴത്തേക്കും നമ്മുടെ ലൈഫിൻ്റെ ഫസ്റ്റ് ടേണിംഗ് പോയിന്റ് എന്നൊക്കെ പറയുന്നൊരു സംഭവമുണ്ട് 10th സ്റ്റാൻഡേർഡ്. ആൻഡ് അന്ന് സാറ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ നിങ്ങൾ പേപ്പറിൽ എഴുതി ഒട്ടിക്ക്. അപ്പം ഞാൻ ഓക്കെ വൈ നോട്ട് എഴുതി നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു പേപ്പർ എടുത്ത് എനിക്ക് ഫുൾ A+ എല്ലാത്തിനും വേണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ പഠിക്കുന്ന അവിടെ ഒട്ടിച്ച് വെച്ചു. അതാണ് ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ എഴുതിയിട്ട് സംഭവം ഒട്ടിച്ച് വെച്ചപ്പോഴത്തേക്ക് ഡെയിലി അത് കാണുമ്പോഴത്തേക്കും ഓക്കെ ഇത് പഠിക്കണ്ടേ, പഠിച്ചാൽ അങ്ങനെ അത് കാണുമ്പോൾ പഠിക്കാൻ ഇരിക്കാൻ തുടങ്ങി. അങ്ങനെ പഠിച്ച് എനിക്ക് എങ്ങനെയൊക്കെ ഫുൾ A+ കിട്ടി. എല്ലാവരും ഞെട്ടിയെന്ന് തോന്നുന്നു, വീട്ടിലും ഞെട്ടി, നാട്ടുകാരും ഞെട്ടി. അത് കിട്ടിയപ്പോഴത്തേക്ക് എനിക്ക് പഠിപ്പിന്നൊക്കെ ഒരു ടാഗ് ലൈൻ വന്നു. പക്ഷെ ഞാൻ എങ്ങനെയോ കിട്ടിയത് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം അവരൊക്കെ കൊള്ളാമല്ലോ സംഭവം, എഴുതി വെക്കുന്നു കിട്ടുന്നു. പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പഠിച്ചു എന്ന് ഞാൻ തന്നെ മനസ്സിലാക്കുന്നില്ല, പഠിച്ചുകൊണ്ടാണ് കിട്ടിയത്. അപ്പോൾ 12th എത്തിയപ്പോഴത്തേക്കും ഓക്കെ ഈ പ്രാവശ്യം എഴുതി വെക്കണം. +1 കയറിയപ്പോൾ തന്നെ എഴുതി വെച്ചു. അപ്പം അവിടെ ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് എന്ന് വെച്ചാൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എന്തൊക്കെ ചെയ്താലും അത് നടക്കും, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നടക്കാൻ ചാൻസ് ഉണ്ടെന്ന് വെച്ച് 10th അത്രയും എഫേർട്ട് മേ ബി ഞാൻ ഇട്ട് കാണത്തില്ല 12th. അതുകൊണ്ടായിരിക്കും ഫുൾ A+ കിട്ടില്ല. പക്ഷെ മാർക്ക് കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ഫുൾ A+ കിട്ടില്ല. അപ്പം അതാണ് മൈൻഡ് സെറ്റ്. നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇറ്റ്സ് നോട്ട് ഷുവർ ദാറ്റ് ഇറ്റ് വിൽ ഹാപ്പൻ. അല്ലെങ്കിൽ നമ്മൾ എക്സാക്ട്ലി മീൻസ് പിക്ചർ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നടക്കണമെന്നില്ല. അതൊരു തെറ്റായ ധാരണയാണ് മാനിഫെസ്റ്റേഷൻസ് എന്ന് പറയുന്നത്. മാനിഫെസ്റ്റേഷൻസിന് ദിസ് ഈസ് വാട്ട് ഹാപ്പൻസ് വെൻ യു മാനിഫെസ്റ്റ്. നമ്മൾ സെൽഫ് അവെയർ ആയി അതിനെപ്പറ്റി ചിന്തിച്ച് ഓരോ സ്റ്റെപ്സ് എടുത്തിട്ടാണ് ഇത് നടക്കുന്നത്. സോ ദാറ്റ്സ് ഹൗ മാനിഫെസ്റ്റേഷൻ വർക്ക്സ്. ഇറ്റ്സ് ലൈക്ക് കൈൻഡ് ഓഫ് പ്ലാനിങ് യുവർ ലൈഫ് ഇൻ സ്മോൾ സ്റ്റെപ്സ്. അതാണ് ബേസിക്കലി മാനിഫെസ്റ്റേഷൻസ് എന്ന് പറയുന്നത്. പിന്നെ മൈൻഡ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി അഫർമേഷൻ ചെയ്യുന്നു. സോ ദാറ്റ്സ് ഹൗ മാനിഫെസ്റ്റേഷൻസ് ആൻഡ് അഫർമേഷൻസ് വർക്ക് ഫോർ മീ. പിന്നെ അങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നെ യു ക്യാൻ സീ 21 എഴുതി ഡെയിലി എഴുതുമായിരുന്നു. അത് ഇറ്റ് വാസ് കൈൻഡ് ഓഫ് ഒന്നും നടന്നില്ല. ബിക്കോസ് എഴുത്ത് മാത്രമേ ഉള്ളായിരുന്നു, അതിനുള്ള സ്റ്റെപ്സ് ഒന്നും ഞാൻ എടുത്തില്ല. പിന്നെ 2022 ആയപ്പോഴത്തേക്കും ഐ സ്റ്റാർട്ടഡ് റൈറ്റിംഗ് എവറി മന്ത് ഒരു 6 ഗോൾ വെച്ചിട്ട് എഴുതി. എന്നിട്ട് ഐ റീഇവാലുവേറ്റഡ് എന്തൊക്കെ നടക്കുന്നുണ്ട്, എന്തൊക്കെ നടക്കുന്നില്ല. ജൂലൈയിൽ ഒരു ആഗ്രഹങ്ങളായിരുന്നു. പാർട്ട് ടൈം വർക്ക് ചെയ്യണം, ഗുഡ് മാർക്സ് കിട്ടണം, പാസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ അറ്റ് ദി എൻഡ് ഓഫ് ദി മന്തിൽ ഞാൻ ചെക്ക് ചെയ്യാൻ തുടങ്ങി എന്തൊക്കെ നടക്കുന്നുണ്ട്. അത് പാർട്ട് ടൈം ജോബ് കിട്ടി, ചുമ്മാ എഴുതി വെച്ചിട്ടില്ല. ഐ ഓൾസോ സ്റ്റാർട്ടഡ് ലുക്കിംഗ് ഫോർ ദാറ്റ് ജോബ്. ആൻഡ്
ആദ്യമേ അൺപെയ്ഡ് ആയിരുന്നു, പിന്നെ പെയ്ഡ് ആയിട്ടുള്ള കിട്ടി, അങ്ങനെയൊക്കെ. 2023 എത്തിയപ്പോഴും എവരിഡേ എഴുതാൻ തുടങ്ങി. പിന്നെയാണ് 2023 ഐ സ്റ്റാർട്ടഡ് ക്രിയേറ്റിംഗ് വിഷൻ ബോർഡ്സ്. എന്നിട്ട് എൻ്റെ ഫസ്റ്റ് വിഷൻ ബോർഡ് 2023 2 രീതിയിലുണ്ടാക്കും. ഒന്ന് ലാൻഡ്സ്കേപ്പും ഒന്ന് പോർട്രേറ്റും ആയിട്ട്. ഒന്ന് ഫോണിന്, ഒന്ന് എൻ്റെ ലാപ്പിൽ അല്ലെങ്കിൽ വോളിൽ പ്രിൻ്റ് എടുത്തോട്ടിരിക്കുകയാണ്. അതിലും അന്ന് വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്തപ്പോൾ ജസ്റ്റ് റാൻഡം ഇഷ്ടങ്ങളും എഴുതി, കുറച്ച് വേർഡ്സ് എഴുതി, അങ്ങനെ ക്രിയേറ്റ് ചെയ്തോളൂ. ഇതിനും ഞാൻ പ്രോപ്പർ സ്റ്റെപ്സ് ഒന്നും എടുത്തിരുന്നില്ല. അപ്പോൾ ഇത് നടന്നു, പെയിന്റിങ് എക്സിബിഷൻ ഹോസ്റ്റ് ചെയ്യാൻ പറ്റി. പിന്നെ എന്തോ ഐ വാസ് എ പാർട്ട് ഓഫ് എ ഓർഗനൈസിങ് ടീം. പിന്നെ അനലിസ്റ്റ് ആവാൻ പറ്റി, ഡേറ്റ അനലിസ്റ്റ് ജോബ് കിട്ടി ഫാമിലിയായിട്ട്. പിന്നെ ഐ വാസ് ഹയേർഡ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. ഇത് അതിൻ്റെ തന്നെ സെയിം കുറച്ചുകൂടെ വലിയ വേർഷൻ. പിന്നെ 2024 കുറച്ചുകൂടെ ഇത് കൂട്ടി, പിക്ചേഴ്സ്, കുറേ പിക്ചേഴ്സ് ഇട്ടു. ആൻഡ് നമ്മൾ എക്സാക്ട്ലി എന്താണ് നമുക്ക് വേണ്ടതെന്ന് മെൻഷൻ ചെയ്യണം. ഇപ്പം ഞാൻ കണ്ടു പോളറോയിഡിൻ്റെ പിക്ക് ഉണ്ടായിരുന്നു. ആൻഡ് ഐ ബോട്ട് എ പോളറോയിഡ്, ബട്ട് ദാറ്റ് വാസ് ഇൻ ഫോർ മീ, ഇറ്റ് വാസ് ഫോർ മൈ സിസ്റ്റർ, ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഇപ്പം കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യണം, അല്ലെങ്കിൽ പലതും സംഭവിക്കാം. ഇതൊക്കെ. പിന്നെ 2025 ഐ ലിമിറ്റഡ് ഇട്ടു. കറക്റ്റ് എന്താണ് എനിക്ക് കറക്റ്റ് വേണ്ടതെന്ന് കൃത്യമായിട്ട് ഉണ്ടാക്കി. ആൻഡ് ഐ ഓൾസോ മെൻഷൻഡ് ഇറ്റ് ഇൻ സെൻറ്റൻസസ്. ഇതൊക്കെ ഹാപ്പൻ ചെയ്തു. എക്സാക്ട്ലി ഇതുപോലത്തെ പിക്കൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ നടന്നു. പിന്നെ മെയിൻ ഗോൾ, എൻ്റെ 3 ഗോൾസ് ആയിരുന്നു മെയിൻ. ഒന്ന് ട്രാവൽ ചെയ്യണം, 12 months 12 places. യൂട്യൂബിൽ കുറേ വീഡിയോ ഇടണം. പിന്നെ ബ്ലോഗ് എഴുതണം. പക്ഷെ ബ്ലോഗ് എഴുതാൻ നടന്നില്ല. യൂട്യൂബിലെ വീഡിയോ നടന്നു. പിന്നെ വർക്കൗട്ട് ചെയ്യാം, അത്യാവശ്യം വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. എക്സാക്ട്ലി ടോൺഡ് ആയിട്ടില്ല, കുറച്ചുകൂടെ ആവണം. പിന്നെ ഞാൻ മെയിൻലി ക്രിയേറ്റ് ചെയ്ത് വിഷൻ കാലണ്ടർ. ദിസ് വാസ് സോ സ്പെഷ്യൽ. ഇതെൻ്റെ ട്രാവലിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയ വിഷൻ കാലണ്ടർ ആയിരുന്നു. കാരണം ജാനുവരിയിൽ തന്നെ ഐ ഡിസൈഡഡ് ഏതൊക്കെ പ്ലേസിൽ, കാരണം 12 months 12 destinations ആണ് ഞാൻ എടുത്ത എൻ്റെ മാനിഫെസ്റ്റേഷൻ. അത് നടക്കണമെങ്കിൽ ഐ ഷുഡ് ഡിസൈഡ് ഏതൊക്കെ പ്ലേസസ് പോകണമെന്ന്. അത് ഞാൻ ഇതിൽ എക്സാക്ട്ലി വിഷൻ ബോർഡിൽ ക്രിയേറ്റ് ചെയ്തു. ജാനിൽ മണാലി, ആൻഡ് ഇറ്റ് ഹാപ്പൻഡ്. ഫെബ്രുവരി വർക്കല, മാർച്ചിൽ വയനാട്, ഏപ്രിലിൽ വാഗമൺ, മെയ്യിൽ ജഡായിപ്പാറ, ജൂണിൽ ഊട്ടി, ജൂലൈ കന്യാകുമാരി, ഓഗസ്റ്റ് മധുരൈ, സെപ്റ്റംബർ പുതുച്ചേരി, ഒക്ടോബർ കേരള. ആൻഡ് 10 months ആയി, 10 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇതുവരെ ഉള്ളത് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ഞാൻ ചെയ്തു. ആൻഡ് ഞാൻ അതിനുള്ള സ്റ്റെപ്സ് എടുത്തു. ആൻഡ് ഇറ്റ് ഹാപ്പൻ. ബട്ട് 11th month പറ്റിപ്പോൾ അത് കുറച്ച് അൺറിയലിസ്റ്റിക് ആയി പോയോ എന്ന് ഡൗട്ടുണ്ട്. കാരണം ഫസ്റ്റ് മന്തിൽ തന്നെ ഐ പ്ലാൻഡ് ഫോർ ആൻ ഇന്റർനാഷണൽ, ഫസ്റ്റ് ഇയറിൽ തന്നെ ഐ പ്ലാൻഡ് ഫോർ ആൻ ഇന്റർനാഷണൽ ട്രിപ്പ്, അത് സൗത്ത് കൊറിയ. ആൻഡ് മൈ പ്ലാൻ വാസ് ദാറ്റ് ഓക്കെ 10 months 10 ട്രാവൽ. ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടുന്നു, വീഡിയോ വൈറലാവുന്നു, അത് വെച്ചിട്ട് എനിക്ക് പൈസ കിട്ടുന്നു, അത് വെച്ച് ഞാൻ ഇന്റർനാഷണൽ ട്രിപ്പ് നടത്തുന്നു. അത് പ്രശ്നം പെട്ടെന്ന് വെച്ചാൽ ഐ ട്രാവൽ, ബട്ട് ഞാൻ എൻ്റെ വീഡിയോ ഇടുന്നതിൽ ഇൻകൺസിസ്റ്റൻസി ഉണ്ടായിരുന്നില്ല. 1 month പോയിട്ട് 3 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. സോ എൻ്റെ പ്ലാൻ അവിടെ വർക്കൗട്ട് ആയില്ല. അപ്പം ഇത്രയും ഇത് നടക്കാതെ ഇപ്പോൾ കണ്ടോ. സോ ഐ മാനിഫെസ്റ്റഡ്, ബട്ട് ഐ കുഡിൻ ടേക്ക് ദ കറക്റ്റ് സ്റ്റെപ്സ് ടു മേക്ക് ദിസ് ഹാപ്പൻ. അപ്പോൾ അവിടെ ഫെയിലറായി. ബട്ട് ഇതിന് ഞാൻ ഒരു ഓൾട്ടർനേറ്റീവ് കണ്ടുപിടിച്ചിട്ട് ദിസ് മന്ത് ഐ വിൽ ഡു സംതിങ് എൽസ്. പിന്നെ ഡിസംബർ മന്ത് ഇറ്റ് വാസ് എ ഫ്രീ മന്ത്. വാട്ട് എവർ ഫിൽ ഇൻ ദ ഗ്യാപ്സ് പോലെ ഐ ക്യാൻ ഡു. You can see the failure and the make it happen thing in the same thing, same ഇതിൽ. എന്ത് ചെയ്താൽ മാനിഫെസ്റ്റേഷൻ നടക്കും, എന്ത് ചെയ്താൽ മാനിഫെസ്റ്റേഷൻ നടക്കില്ല എന്ന് ക്ലിയർലി വിസിബിൾ ആണ്. ഇറ്റ്സ് നോട്ട് ആൻ അൺറിയലിസ്റ്റിക് തിങ് നമ്മളാണ് എന്നതിനെ ആക്കുന്നത്. നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് കറക്റ്റ് സ്റ്റെപ്പോടെ അത് ചെയ്താൽ ഇറ്റ് വിൽ ഹാപ്പൻ. സോ യു ക്യാൻ ഓൾസോ മേക്ക് യു വിഷൻ ബോർഡ്, അല്ലെങ്കിൽ അഫർമേഷൻസ്. ലോട്ട് ഓഫ് തിങ്സ് അവൈലബിൾ ആണ് അഫർമേഷൻസിൻ്റെ മാനിഫെസ്റ്റ് ചെയ്യേണ്ടതിൻ്റെ. സോ വെൻ യു ക്രിയേറ്റ് എ വിഷൻ ബോർഡ്, മേജർ ആയിട്ടുള്ള 3 സ്റ്റെപ്സ് ആണ് ഉള്ളത്. ഫസ്റ്റ്, യു ഷുഡ് ബി സെൽഫ് അവെയർ അബൌട്ട് യുവർ സെൽഫ്. ഒരു പേപ്പറോ പേനോ എടുക്കുക. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്. ഈ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നതോടെ ഇപ്പം ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന എവറി ഇയർ ആണ് ഒരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇപ്പം 2026 എൻഡിൽ വാട്ട് യു വോണ്ട് ടു അച്ചീവ്. ലൈക്ക് ഇപ്പം ചിലവർക്ക് ഇപ്പം എൻ്റെ 2025 മെയിൻ തിങ് എന്ന് വെച്ചാൽ ഐ വോണ്ടഡ് ടു ട്രാവൽ. അതായിരുന്നു എൻ്റെ മെയിൻ പർപ്പസ്. സോ അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ ഐ വോണ്ടഡ് ടു ബി എ ട്രാവലിംഗ് പേഴ്സൺ. അപ്പം എന്താണ് നിങ്ങൾക്ക് വേണ്ടത് അത് എഴുതുക. ആൻഡ് നെക്സ്റ്റ് തിങ് എന്ന് വെച്ചാൽ
എന്തൊക്കെ എക്സ്പീരിയൻസ് ഈ ത്രൂ ദിസ് എന്തൊക്കെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടണം അങ്ങനെ ആലോചിക്കുക. എന്നുവെച്ചാൽ എനിക്ക് കുറച്ചുകൂടെ ഞാൻ പറഞ്ഞില്ലേ ട്രാവലിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു വേണ്ടത്. ചിലവർക്ക് നല്ലൊരു ഫ്രണ്ട്ഷിപ്സ് ഒത്തിരി വേണം. എന്ന് വെച്ചാൽ കുറേ പീപ്പിളിനെ മീറ്റ് ചെയ്യണം, ട്രാവലിംഗ് ത്രൂ പീപ്പിളിനെ മീറ്റ് ചെയ്യണം, അങ്ങനത്തെയൊക്കെ അതായിരിക്കും പർപ്പസ്. തേർഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഏരിയാസ് ഓഫ് ലൈഫ് ഉണ്ട്. മേജറായിട്ട് നമ്മൾ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് 4 ഏരിയാസാണ് ഫോക്കസ് ചെയ്യുന്നത്: കരിയർ, ഹെൽത്ത്, ക്രിയേറ്റീവ് ഹോബീസ്, എക്സ്ട്രാ ആക്ടിവിറ്റീസ്, പിന്നെ റിലേഷൻഷിപ്സ് ആൻഡ് ഫാമിലി. കരിയറിൽ നിങ്ങൾക്ക് എവിടെയാണ് എന്താണ് നിങ്ങളുടെ ഗോള്, അത്. പിന്നെ ക്രിയേറ്റീവ് ആസ്പെക്റ്റിൽ എന്താണ്, ഹെൽത്തിൽ എന്തായിരിക്കണം, ഇപ്പം ഫിറ്റ് ബോഡി വേണം അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ, അങ്ങനെ. അപ്പോൾ ഫിറ്റ് ബോഡി വേണമെങ്കിൽ എന്ത് ചെയ്യണം? യു ഷുഡ് ജോയിൻ എ ജിം ഓർ യു ഷുഡ് ഡു വർക്കൗട്ട്സ് ബൈ യുവർ ഓൺ. ഒരു ടാർഗറ്റൊക്കെ വെക്കണം, വെയിറ്റ് ലോസ് ആണോ, വെയിറ്റ് ഗെയിൻ, അങ്ങനത്തെയൊക്കെ, മനസ്സിലായി. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ഫാമിലി, അവരുമായിട്ടുള്ള റിലേഷൻഷിപ്സ് എന്തായിരിക്കണം, അങ്ങനത്തെയൊക്കെ. ഇപ്പോൾ ഫോർ മീ 2026 മെയിൻ ഗോൾ എന്ന് പറയുന്നത് ഫാമിലി ആൻഡ് റിലേഷൻഷിപ്സിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടെ ടൈം കൊടുക്കണം എൻ്റെ ഫ്രണ്ട്സിന്, അല്ലെങ്കിൽ കുറച്ചുകൂടെ റീച്ച് ഔട്ട് ചെയ്യണം ടു ദം. ബിക്കോസ് ദിസ് ഇയർ ഐ വാസ് ഫോക്കസിങ് മോർ ഓൺ മൈസെൽഫ്. അപ്പം ഐ കുഡൻ ഗീവ് ദാറ്റ് മച്ച് സ്പേസ്, സോ ഐ ഷുഡ് ഫോക്കസ് ഓൺ ദാറ്റ്. അതായിരിക്കണം എൻ്റെ ഗോൾ. സോ ഇതൊക്കെയാണ് വിഷൻ ബോർഡ്. ഐ വിൽ ഒരു ഡീറ്റെയിൽഡ് എന്തൊക്കെ ത്രൂ ഡീറ്റെയിൽ സ്റ്റെപ്സ് ഐ വിൽ ബി അറ്റാച്ചിങ് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ, വാട്ട് യു ഷുഡ് ഫോളോ ടു മേക്ക് യുവർ ഓൺ വിഷൻ ബോർഡ്. സോ ദാറ്റ്സ് ഇറ്റ്. നേരെ ഇവിടെ കണ്ടുകൊണ്ടിരുന്നവരുടെ ഐ ഹോപ്പ് യു ഹാവ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ വിഷൻ ബോർഡ് ആൻഡ് മാനിഫെസ്റ്റേഷൻ. If you love this idea of manifestation, affirmations and creating vision boards, I'm hosting a little event called Picnic Pages in coming December, and in ഇതിൽ നമ്മൾ few slots കാണത്തുള്ളൂ, and few people with similar mindset comes around, and you will be creating your journaling pages and vision boards, and I will be providing the journaling kits ആൻഡ് എ സ്മോൾ ടോക്കൺ ഓഫ് ജേർണലിംഗ് കിറ്റ്സ് ആൻഡ് കുറച്ച് റിട്ടേൺ ഗിഫ്റ്റ്സ്, അങ്ങനത്തേക്ക് കുറച്ചൊരു ചെറിയൊരു ഇവൻ്റ് ആയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. ആൻഡ് വി ക്യാൻ ജേർണൽ ആൻഡ് ക്രിയേറ്റ് വിഷൻ ബോർഡ്സ് ടുഗെദർ, ആൻഡ് യു ക്യാൻ മീറ്റ് പീപ്പിൾ വിത്ത് സിമിലർ മൈൻഡ് സെറ്റ് ഹൂ ഓൾ ആർ വില്ലിംഗ് ടു മാനിഫെസ്റ്റ് ദെയർ ഡ്രീം ലൈഫ്. ഇറ്റ്സ് ലൈക്ക് ഒരു തെറാപ്പി പോലെ, തെറാപ്റ്റിക് അല്ലെങ്കിൽ ഒരു ഫൺ സ്മോൾ പീസ്ഫുൾ ഗെറ്റ് ടുഗെദർ പോലെ, വേർ യു ക്യാൻ bring out your unrealistic dreams into pages and make them real. Anything can happen. So if you are interested, I am attaching the registration link in the description, so do check it out. And event will be happening in Trivandrum. Correct venue and the date will be announced in my Instagram page. So if ട്രിവാൻഡ്രത്തുള്ള ആരെയും ആണെങ്കിൽ, if you want to join, just check the link out. And I will be hosting more these events, but first it will be in December and in Trivandrum. So if you are interested, do check it out. And if you have any doubts regarding manifestations, vision board and affirmations, just DM me in my Instagram. So happy dreaming, happy journaling, and I hope all of your dreams come true.